ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ പോലെ തന്നെ എടുത്തു പറയത്തക്കതായ ചില പ്രത്യേകതയുള്ള മുഖ്യമന്ത്രിയാണ് ആസാമിലെ മുഖ്യമന്ത്രിയായ ഹേമന്ത് വിശ്വശർമ്മ. സാധാരണ ദിവസങ്ങളിൽ ആസാം നിയമസഭ ചേരുന്നത് 9 മണി തുടങ്ങി 3 മണി വരെയാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം 9 മണി തുടങ്ങി 11:30 വരെ ചേരുകയും അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷമാണ് വീണ്ടും നിയമസഭ ചേരുന്നത്. ഇതിന് ഒരു മാറ്റം വരുത്തുവാൻ ആസാമിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ AIUDF എന്ന സംഘടനയിലെ MLA ആയ അമിനുൾ ഇസ്ലാം എന്ന നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു വിവേചനമാണെന്ന് അവർക്ക് തന്നെ തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു നിയമസഭാ അംഗം തന്നെ ഈ ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് അവിടെ എതിർപ്പില്ലാതെ ഈ നിയമം പാസാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിയമസഭയിൽ 36 അംഗങ്ങളോളം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ആർക്കും എതിർപ്പില്ലാതെ ഇനി കോൺഗ്രസിന് പോലും ഈ ബില്ലിനെ അവർക്ക് എതിർക്കുവാൻ കഴിഞ്ഞില്ല. ഇനി BJPക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നതെങ്കിൽ ആദ്യം എതിർക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നടപ്പാക്കി മറ്റു സമുദായങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നു. അവരിൽ തന്നെയുള്ള അംഗങ്ങൾ ഇതിന് മുന്നോട്ട് വന്നതുകൊണ്ട് അതും എതിർക്കുവാൻ കഴിയാതെയായി. ഭാരതത്തിലെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതൊരു മാതൃകയായി സ്വീകരിക്കാവുന്നതാണ്. അത്രയും വിലപ്പെട്ട സമയമാണ് ഈ ദുരുപയോഗം ചെയ്യുന്നത്. सुबह शाम इस तरह के ये हुआ करता था, लेकिन उसको रूल्स कमेटी ने इसको तब्दील करके अगले सेशन से इसको उठा दिया उन्होंने. हमारा MLA अमीनुल इस्लाम रूल्स कमेटी में उन्होंने എന്നാൽ ഇങ്ങനെയുള്ള ഒരു ബ്രേക്ക് ആവശ്യമില്ല എന്ന് AIUDF എന്ന സംഘടനയിലെ MLA ആയ അമിനുൾ ഇസ്ലാം എന്ന നേതാവ് ആവശ്യപ്പെട്ടു. അതായത് ഒരു മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം ഇങ്ങനെ നിസ്കരിക്കുന്നതിന് സമയം അനുവദിക്കേണ്ട ആവശ്യമില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും ഒരേപോലെ ആചാരങ്ങൾ കൊണ്ടു നടക്കാനുള്ളതാണ്. അല്ലാതെ ഒരു മതത്തിന് മാത്രം വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കുവാൻ എല്ലാ ഓഫീസ് പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിട്ടുള്ള ഈ സമയം അനുവദിക്കൽ നീതിക്കു നിരക്കുന്നതല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. अभी तो घट के कम हो गया हम लोग, अभी भी 30 MLAs है, तो 30 MLAs हम लोग जुमा के लिए जाएंगे. हमारे नमाज को नहीं रोक सकते. हम लोग इंशाल्लाह नमाज पढ़ेंगे, विधानसभा में भी आएंगे, लेकिन वो 2 घंटा में जो जरूरी काम होगा उसमें हम पार्टिसिपेट नहीं कर पाएंगे. स्पीकर से हमने ही मांग किया था कोई कभी जरूरी बिल होगा और कुछ होगा जिसमें हमारा इस 30 MLA का पार्टिसिपेशन नहीं होगा. आप इसको इसी तरह रखने दीजिए. लेकिन हमारे आसाम के CM साहब के इशारे में सब चल रहा है. आसाम के मुख्यमंत्री आजकल क्या कर रहे हैं, मुसलमान की लड़कियां क्या पहनेगी उस पर उनकी नजर है. മുസൽമാൻ ഇത് കേരളത്തിലാണ് ആദ്യം നടപ്പാക്കേണ്ടത്. കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും വെള്ളിയാഴ്ച ദിവസം 12 മണിക്ക് തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ നിസ്കരിക്കുവാനെന്ന വ്യാജേന ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് 2:30 ശേഷമാണ്. ഇവരുടെ നോമ്പ് കാലത്ത് ഇവർ 3 മണിക്ക് തന്നെ ഓഫീസിൽ നിന്ന് നോമ്പ് വീടാനെന്ന കാരണം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ഇവർ തിരിച്ചു വരുന്നില്ല. 5 മണിക്ക് ശേഷം ഓഫീസ് സമയം കഴിയുമ്പോഴേക്കും പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പരീക്ഷ വയ്ക്കുവാൻ പാടില്ല, ഇലക്ഷൻ നടത്തുവാൻ പാടില്ല. ഈ ജാതി വിവേചനങ്ങൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ശബരിമല മണ്ഡലകാലം വരുമ്പോൾ ഒരു ഹിന്ദുവും ഈ പേരും പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാറില്ല. ഇനി വേളാങ്കണ്ണിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനിയും ഈ പേരും പറഞ്ഞ് അവരും പോകാറില്ല. അവർക്കൊന്നും ഇല്ലാത്ത വിവേചന അധികാരം ഇവർക്ക് നോമ്പ് കാലത്തും വെള്ളിയാഴ്ചയും അനുവദിക്കുന്നത് തികച്ചും വിവേചനപരമായ ഒരു സംവിധാനം തന്നെയാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം പൂർണ്ണമായും തങ്ങൾ ഓഫീസിൽ ഹാജരാകുകയില്ല എന്ന് പറഞ്ഞാലും അതും അംഗീകരിക്കേണ്ടതായി വരും. 1937 ആസാമിൽ നിലവിലുണ്ടായിരുന്ന നിയമമാണ് അവർ തിരുത്തിയത്. കാലത്തിനനുസരിച്ച് നിയമങ്ങളെ മാറ്റുവാൻ ആസാമിലെ നേതാക്കന്മാർക്ക് കഴിയുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് പോകുന്ന ബുദ്ധിജീവികൾക്ക് ഇത് കഴിയുന്നില്ല. ഇനി കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിവരമൊട്ട് റിപ്പോർട്ട് ചെയ്യുകയുമില്ല. ആസാം നിയമസഭ പാസാക്കിയ ഇത്രയും പുരോഗമനപരമായ ഒരു ബില്ലിനെക്കുറിച്ച് മലയാള മാധ്യമങ്ങൾ അറിയാഞ്ഞിട്ടല്ല, അവർ ബോധപൂർവം തന്നെ അതിനെ തിരസ്കരിച്ചതാണ്. മലയാളികൾ പ്രത്യേകിച്ച് മണ്ടന്മാരാണെന്ന് മലയാള മാധ്യമങ്ങൾക്ക് അറിയാം. ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായത് മാത്രമാണ് മതേതരത്വമെന്ന് അവർ മലയാളികളെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിസ്റ്റിന് എതിരായ ഒരു വാർത്തയും അവർ പ്രക്ഷേപണം ചെയ്യുകയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ
പീഡനം മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. യഥാർത്ഥത്തിൽ മയക്കുമരുന്നിന്റെ കഥ അവർ മനഃപൂർവ്വം മൂടി വെക്കുന്നത് ആഷിഖ് അബുവിനെ പോലുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതായത് മട്ടാഞ്ചേരി മാഫിയയുടെ തലവനായ ആഷിഖ് അബു LDF അനുഭാവി ആയതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. इसको दरकिनार नहीं किया जा सकता है और इस देश में संविधान के अनुसार सभी को जो है